വാർത്തകളിലേക്ക്. സംയുക്ത കർഷക സംഘടനകളുടെ പഞ്ചാബ് ബന്ദ് ആരംഭിച്ചു. 34 ദിവസമായി നിരാഹാരത്തിൽ കഴിയുന്ന കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാളിന് പിന്തുണ നൽകിയാണ് ബന്ദ്. കർഷകരുടെ ബന്ദിന് പിന്തുണ നൽകണമെന്ന് പഞ്ചാബിലെ ജനങ്ങളോട് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത മാസം 4-ന് കിസാൻ മഹാപഞ്ചായത്ത് ചേരാനും കർഷകർ തീരുമാനിച്ചു. നിരാഹാരത്തിൽ കഴിയുന്ന ദല്ലേവാളിന്റെ ആരോഗ്യനില മോശമായി തുടരുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിരാഹാരമെന്നും തന്നെ ആരും ബന്ധിയാക്കിയിട്ടില്ലെന്നും ദല്ലേവാൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഇപ്പോൾ എന്തായാലും സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. സംയുക്ത കർഷക സംഘടനകളുടെ വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ ഈ ഒരു ബന്ദ്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 4 മണി വരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കടകളും അടയ്ക്കുമെന്നും അടിയന്തര സേവനങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നുമാണ് ബന്ദിൽ കർഷകർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അടിയന്തര സേവനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി വ്യാപാര സംഘടനകൾ ബന്ദിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ ആംബുലൻസുകൾ, അതുപോലെ തന്നെ ഗുരുതരമായി അടിയന്തര സാഹചര്യങ്ങളിൽ എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ റോട്ടിലൂടെ കടത്തിവിടുമെന്നും കർഷകർ ഇതോടുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും എല്ലാം കഴിഞ്ഞയാഴ്ച പഞ്ചാബ് ബന്ദിന് ആഹ്വാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാരികൾ, ട്രാൻസ്പോർട്ടർമാർ, ജീവനക്കാരുടെ യൂണിയനുകൾ തുടങ്ങി നിരവധി സംഘടനകളാണ് ബന്ദിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നതെന്ന് ഇരു ഫോറങ്ങളുടെയും കോർഡിനേറ്ററായ സർവാൻ സിംഗ് പാന്തറും പറഞ്ഞിട്ടുണ്ട്. കാളിദാസ്. ശരി വിജിത.